യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, എൻ്റെ വിവാഹശേഷം 5 വർഷത്തിന് ശേഷമാണ് എനിക്ക് കുട്ടികളുണ്ടായത്. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ആ സംഭവം, ആ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങോട്ട് പറയുവാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ വിവാഹശേഷം 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഡോക്ടറെ കാണാൻ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അവിടെ ഡോക്ടർ മണി എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം എൻ്റെ ശാരീരികമായ പരിശോധനയൊക്കെ നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിനക്കായിരിക്കില്ല കുഴപ്പം, എന്നാൽ നീ സെമൻ്റെ പരിശോധനയൊക്കെ നടത്തണം, അതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ ഞാൻ പോയി സെമൻ്റെ പരിശോധനയൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് വാങ്ങി. ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ പരിശോധന ഫലം ഞാൻ തന്നെ ഒന്ന് നോക്കി. അത് വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു മരുന്നോ ചികിത്സയൊക്കെ കാണും, തീർച്ചയായിട്ടും ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഡോക്ടറെ എടുത്തിട്ട് ചീട്ടുമായിട്ട് ചെന്ന് ഡോക്ടറെ ചീട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ ഷോക്കായിരുന്നു. ഞാൻ എൻ്റെ പ്രതീക്ഷയൊക്കെ തകിടം പറഞ്ഞു പോയി. ഞാൻ എന്തെങ്കിലും മരുന്നോ ചികിത്സയോ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ഇതിന് ചികിത്സയില്ല എന്നും കൂടെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആകെ ഞാൻ താഴ്ന്നു പോയി, എനിക്ക് ഇരിക്കുന്നിടത്ത് എണീക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ദൈവം ഉണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ എനിക്ക് ആ ഒരു നിമിഷത്തിൽ എനിക്ക് എണീക്കാൻ സാധിച്ചു. ഞാൻ പുറത്തേക്ക് പോന്നു. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. എന്നാൽ എനിക്ക് ഓട്ടോറിക്ഷ കയറിയപ്പോൾ തന്നെ എനിക്കെൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് തളർന്നു പോയി. എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരയാൻ തുടങ്ങി, ഏങ്ങനടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ടൗലുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതുകൊണ്ട് മുഖം മുത്തിപ്പിടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടൗലിൽ എൻ്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു തോർത്ത് മേടിച്ച് മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ മുറ്റത്തുണ്ടായിരുന്നു. അമ്മ ചോദിച്ചു, ജോസ് നിൻ്റെ എന്താ നഷ്ടപ്പെട്ടു പോയെന്ന്. ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പം ഭാര്യ വേഗം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തായി പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുറേ കാലം മരുന്നൊക്കെ കുടിക്കേണ്ടി വരും, ഇനിയും പല പരിശോധനകളും നടത്താനുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ ആശ്വസിപ്പിക്കുക, ഒരു കള്ളത്തരം പറയുകയൊക്കെ ചെയ്തു. ഞാൻ മുറി കയറി കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ 2 ദിവസം അവിടെ ഇരുന്ന് കരഞ്ഞ് എനിക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ പോട്ടയിലേക്ക് മുരിങ്ങൂർ ഞാനും ഭാര്യയും കൂടി ധ്യാനം കൂടാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുന്നിടം വരെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു, ബസ്സിലൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ ആ ധ്യാന സെൻ്ററിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എൻ്റെ കരച്ചിൽ പെട്ടെന്ന് മാറി. അവിടെ ധ്യാനമെല്ലാം കൂടി അവിടുത്തെ പണിക്കലച്ചനെയൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു, ഇങ്ങനെ തിരിച്ചു പോന്നു. ഈ വിവരം എൻ്റെ ഭാര്യ വീട്ടിലറിഞ്ഞു. അപ്പം ഭാര്യയുടെ അമ്മാവന്, എറണാകുളത്തുള്ളൊരു അമ്മാവൻ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു. അമ്മാവൻ ഞങ്ങൾ വാഴക്കുളത്തുള്ളൊരു ഡോക്ടർ, സിസ്റ്ററാണ്, അവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോയി. അപ്പോൾ സിസ്റ്റർ ഈ പരിശോധനാ ഫലം കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇത് എന്നേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽബർട്ട് എന്നൊരു ഡോക്ടറുണ്ട്, അവരുടെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആൽബർട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ആൽബർട്ട് ഡോക്ടറെ ചീട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ സഹായിക്കാൻ പറ്റുക മുംബൈയിലുള്ള മൽപ്പാണി എന്നൊരു ഡോക്ടർക്കാണ്. അങ്ങനെ അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരുന്ന ഒരു തമിഴ് ദമ്പതികൾക്ക് മാൽപ്പാണിയുടെ ചികിത്സയിൽ, അത് പിന്നെ ICSI എന്ന് മറ്റൊരു പ്രത്യേക ചികിത്സ ഇതാണ്. അതിൽ ആ ഭാര്യ അവർക്ക് ഇപ്പോൾ ആ ദമ്പതികൾക്ക് ആ ഭാര്യ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. നിങ്ങൾ അവരെ പോയി കാണണം, ആദ്യം അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നു. ഡോക്ടർ തന്നെ അവരെ വിളിച്ചു, ഇങ്ങനെ ഒരു കക്ഷികൾ വരുന്നുണ്ട്, അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തമിഴ് ദമ്പതികളെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യവും വിശ്വാസമൊക്കെ വന്നു ഈ ചികിത്സയെപ്പറ്റി. അങ്ങനെ ഞങ്ങൾ ബോംബെ പോയി. മുംബൈ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളെ വീഴ്ചയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ബയോപ്സി എടുത്തിട്ട് വാ, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് നോക്കാൻ പറ്റുള്ളൂ, ബയോപ്സി എടുത്ത് തരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കോട്ടയത്ത് വന്ന് ആൽബർട്ട് ഡോക്ടറെ അടുത്തുനിന്ന് ബയോപ്സി ടെസ്റ്റ് നടത്തി. എൻ്റെ മണിയുടെ
1 മണി 3 താഴെ മേലെ 3 അങ്ങനെ 3 നടുക്ക് അങ്ങനെ 3 ഭാഗത്ത് സാമ്പിൾ എടുത്ത് അങ്ങനെ 2 മണി 6 സാമ്പിൾ എടുത്ത് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വന്ന് മേടിച്ച് ഞാൻ വീണ്ടും ഡോക്ടറെ എടുത്തുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു കാരണവശാലും നടക്കില്ല, ഇതിന് യാതൊരു സാധ്യതയില്ല. 1 മണിയുടേത് അതായത് പൂർണ്ണമായിട്ട് സെല്ല് നശിച്ചു പോയി, 2ാമത്തെ മണിയുടെ സെല്ല് നശിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനി നടക്കില്ല, നിങ്ങൾ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുകയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആലോചിക്കാമെന്ന് പറ്റി അങ്ങ് പോന്നു. ഞങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം മുഴുകിയിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കോട്ടയത്ത് തന്നെ പലവട്ടം ധ്യാനത്തിന് പോയി, മുരിങ്ങൂർ അതുപോലെ പല സ്ഥലത്തും ധ്യാനം, കൺവെൻഷൻ, പ്രാർത്ഥന, ഇതൊക്കെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവം തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഭാര്യ എപ്പോഴും ചോദിക്കും നമുക്ക് മക്കളുടെ അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഇത് അലോപ്പതിയിലുള്ള മരുന്നില്ലാത്ത ആയുർവേദത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോട്ടക്കൽ ആരോഗ്യശാലയുടെ ചീഫിനെ കാണാൻ പറ്റും. അന്ന് 3 മാസം മുന്നേ ബുക്ക് ചെയ്താൽ ചീഫിനെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. 3 മാസത്തിന് ശേഷം അവരുടെ കാർഡ് വന്ന് ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അവരിതെല്ലാം നോക്കി ആ ചീഫ് ഡോക്ടർ PS വാര്യർ ഇപ്പം മരിച്ചുപോയി, ഇതിന് മുമ്പ് 2 കൊല്ലം മുന്നേ മരിച്ചു ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ല. അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർമാരെ കാണാൻ ശ്രമിച്ചു. പല 2 പേരെ കണ്ടു. ഒരെണ്ണെൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ദിവസം ഇങ്ങനെയുള്ള കേസ് വന്ന് ഞങ്ങൾ സോറി എന്നാണ് പറയുക. പിന്നെ വേറെ സിസ്റ്റർ, വലിയ പഠിത്തമൊക്കെയുള്ള ഹോമിയോയുടെ സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ എടുത്ത് വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇത് മനുഷ്യനെ കൊണ്ടും ആകില്ല, മരുന്ന് കൊണ്ടും നടക്കില്ല, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം നമ്മളെ ഉപേക്ഷിച്ചു. നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം വിട്ടില്ല. ഭാര്യ എപ്പോഴും ചോദിക്കും, ഭാര്യയും കൂട്ടി ഈ ഡോക്ടർമാരെ കാണാൻ പോകുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കും നമുക്ക് മക്കളുണ്ടാകില്ലല്ലേ. അപ്പോൾ ഞാൻ നമുക്ക് ദൈവം തരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഞാനിങ്ങനെ കോട്ടയിൽ പോയപ്പോൾ ഒരു ഫോട്ടോ, മാതാവിൻ്റെ ഉണ്ണീശോയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ അത് എപ്പോഴും ഞാൻ അതിൻ്റെ മുമ്പിൽ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ചിന്ത തോന്നി, മാതാവിനോട് ഈ ഉണ്ണീശോയെ ചോദിച്ചാൽ ഉണ്ണീശോയെ മാതാവ് തരുമല്ലോ. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാനത് ഉണ്ണീശോയോ അല്ല, ഞാനിങ്ങനെ ഒരു അമ്മയുടെ അടുത്തൊരു കൊച്ചിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ച് മേടിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും ഭാര്യ ഗർഭിണിയായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാതൊരു പ്രയാസം തോന്നി. ഞാൻ വേഗം തന്നെ ആ മാതാവിൻ്റെ ഉണ്ണീശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, മാതാവെ എനിക്ക് ഉണ്ണീശോയെ തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും വേണ്ടി ആ മാസം തന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ എനിക്കൊരു മൂത്ത കുട്ടി ഉണ്ടാകും, ആൺകുട്ടി. അതിനുശേഷം പിന്നെ കുട്ടികളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോ അങ്ങനെ ഒരു ആഗ്രഹവും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയോ ഒന്നും ഇല്ലായിരുന്നു. ഇത് കിട്ടിയതിന് വലിയ അനുഗ്രഹം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിൽ 2 സിസ്റ്റർമാർ പ്രാർത്ഥനയ്ക്കായിരുന്നു, മഠത്തിലുള്ള സിസ്റ്റർമാർ. അപ്പോൾ ആ ഒരു സിസ്റ്ററോട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ജോസെ നിനക്കൊരു കൊച്ചിനെ കൊടുത്തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് ഉണ്ടായ കുട്ടിയാണ്, 2ാമത്തെ പെൺകുട്ടി. അപ്പം ഞാനെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ എന്ത് വിഷമോ പ്രയാസമോ തീർത്തും അസാധ്യം. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടും എനിക്കിത് കുഞ്ഞുങ്ങളെ തരാൻ ദൈവത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് മനുഷ്യന് വല്ല പണം കൊടുത്താലല്ല മറ്റുള്ളവർ സഹായിച്ചാലോ നമുക്ക് ഏത് കാര്യം ചിലപ്പോൾ നടന്നിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യമൊന്നും നടക്കുന്നതല്ല. പക്ഷേ അതുപോലും ദൈവം നമുക്ക് സാധിച്ചു. തീർത്തും അസാധ്യ കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് സാധിച്ചു തരും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ഏത് കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.